രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലിലച്ചാർത്ത് ഉലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴുന്ന നീർത്തുള്ളിരൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലകവാതിലിൻ ചാരി ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ശ്രീ ONVയുടെ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, ശ്രീ യേശുദാസിൻ്റെ വിസ്മയമായ ഗാനാലാപനം. നീ എത്ര ധന്യ എന്ന സിനിമയിലെ ഈ ഗാനത്തിൻ്റെ ഈരടികൾ മൂടാത്ത മലയാളികൾ ഉണ്ടാവില്ല. മഴയെ സ്നേഹിക്കുന്ന, മഴക്കാലം കാത്തിരിക്കുന്ന മലയാളിക്ക് വേണ്ടി ശ്രീ ടോം ജെ മങ്ങാട്ട് എഡിറ്റ് ചെയ്ത് ഇറക്കിയ മഴക്കാലം എന്ന പുസ്തകമാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. എന്നത്തെയും പോലെ ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രവും മഴക്കാലം ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടൊക്കെയാണ് എനിക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് വേണ്ടി വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. വളരെ ആകർഷകമായ കവർ പേജാണ് ഈ പുസ്തകത്തിൻ്റേത്. നിറയെ വർണ്ണക്കുടകളുള്ള ഒരു മുഖചിത്രമാണ് മഴക്കാലത്തിൻ്റേത്. പൂർണ്ണമായ തലക്കെട്ടിങ്ങനെയാണ്: മഴക്കാലം, മഴയുടെ രസങ്ങളും രഹസ്യങ്ങളും. പുസ്തകം തുറക്കുമ്പോൾ നാം കാണുന്നത് ടോം ജെ മങ്ങാട്ടിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. പത്രപ്രവർത്തകനാണ്, ബാലരമയിൽ സീനിയർ സബ് എഡിറ്ററായിരുന്നു. ഒറ്റയ്ക്കൊരു ശകുന്തള എന്ന കഥാസമാഹാരം ടോം ജെ മങ്ങാട്ടിൻ്റേതാണ്. 2005 DC ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2006 ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പിറങ്ങിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഖലീൽ ജിബ്രാൻ്റെ സോങ് ഓഫ് ദ റെയിൻ എന്ന കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണ്. അതിങ്ങനെയാണ്: I am dotted silver threads dropped from the heaven by the gods. Nature then takes me to adorn her fields and valleys. I am beautiful pearls plucked from the crown of Ishtar by daughter of dawn to embellish gardens. When I cry, the hills laugh. When I humble myself, the flowers rejoice. When I bow, all things are elated. ഇങ്ങനെ തുടങ്ങുന്ന മനോഹരമായ ഒരു കവിതയാണ്. ഒരു മഴയനുഭവത്തിലേക്ക് ഈ കവിത നമ്മളെ നയിക്കും. അതിനുശേഷം ഈ പുസ്തകത്തിന് നന്ദിയും കടപ്പാടും ഉള്ള ആൾക്കാരുടെ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കാണുന്നത് എല്ലാ പുസ്തകത്തിലുള്ളതുപോലെ തന്നെ ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിഷയാധിഷ്ഠിതമായിട്ടാണ് ടോം ജെ മങ്ങാട്ട് ഇതിലെ ആശയങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9 വ്യത്യസ്ത സെക്ഷനുകളാക്കി മഴയെ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഈ പുസ്തകത്തിൽ കണ്ടുമുട്ടാം. ആദ്യം തന്നെ മഴയുടെ ചരിത്രം, പഴയ കാലത്തെ മഴയെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിനുശേഷം സിനിമയുമായി ബന്ധപ്പെട്ട മഴ ചിത്രങ്ങളും മഴ ഓർമ്മകളും സിനിമാ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. പിന്നീട് വരുന്നത് സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, അതിൽ ഈ സാഹിത്യത്തിലൂടെയുള്ള മഴയെക്കുറിച്ചാണ് പിന്നീടുള്ള സെക്ഷൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ 9ഓളം വിഭാഗത്തിലൂടെ നമുക്ക് മഴയെ വ്യത്യസ്ത ഭാവത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ കാണാനായിട്ട് ഈ പുസ്തകം നമ്മളെ സഹായിക്കും. ഉള്ളടക്കത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ പിന്നീട് എത്തുന്നത് ടോം ജെ മങ്ങാട്ട് എഴുതിയ ആമുഖ അധ്യായത്തിലേക്കാണ്. ഹൃഷ്യശൃംഗൻ്റെ പുസ്തകം എന്നാണ് ഈ ആമുഖ അധ്യായത്തിന് ടൈറ്റിലിട്ടിരിക്കുന്നത്. ഇടശ്ശേരിയുടെ 6 വരി കവിത വെച്ചിട്ടാണ് ആമുഖ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. ഇടവപ്പാതി എന്നും മൺസൂൺ എന്നും നമ്മൾ വിളിക്കുന്ന മഴക്കാലത്തെ വളരെ നല്ല രീതിയിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു മഴയനുഭവം സമ്മാനിക്കുന്ന ഈ പുസ്തകം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ആമുഖ അധ്യായം തന്നെയാണ്. അതിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് 1972 മഴ എത്താൻ വൈകിയ ഒരു കൊല്ലം. 1972 ജൂൺ 18 മൺസൂൺ എത്തിയത്.
യാദൃശ്ചികമായി അന്ന് തന്നെയാണ് ടോം ജെ മങ്ങാട്ടിൻ്റെ ജന്മദിനവും കൂടി. അങ്ങനെ ലോമവാദൻ്റെ വരണ്ടുണങ്ങിപ്പോയ അംഗരാജ്യത്തിലേക്ക് ശിഷ്യശൃംഖനും മഴയും വന്ന പോലെ കാത്തിരിപ്പിൻ്റെ നടുവിലേക്ക് ഞാനും മഴയും വന്നു, വെറും യാദൃശ്ചികം മാത്രമെന്ന രസകരമായ വരികളിലൂടെയാണ് ആമുഖ അധ്യായം വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് മഴയുടെ വശ്യതയെപ്പറ്റിയും എന്താണ് ഈ പുസ്തകം വായനക്കാരോട് സംവദിക്കുന്നതിനെ പറ്റിയിട്ട് എഴുതിയതിന് ശേഷമാണ് ആമുഖ അധ്യായം അവസാനിക്കുന്നത്. മഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ, മഴയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, മഴയുടെ ശാസ്ത്രവും ചരിത്രവും, കാവ്യശകലങ്ങൾ, കഥാഭാഗങ്ങൾ, കുറിപ്പുകൾ, അങ്ങനെ ഒട്ടേറെ മഴയുടെ വിവിധ ഭാവങ്ങളെ ചേർക്കുന്ന, മഴയുടെ രസം അനുഭവിപ്പിക്കുന്ന, രഹസ്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണെന്നും 1972 ജൂൺ 18 പിറന്ന എല്ലാ ഹൃഷ്യശൃംഖന്മാർക്കും സമർപ്പിച്ചുകൊണ്ടാണ് ആമുഖാധ്യായം അവസാനിക്കുന്നത്. പിന്നീട് കാണുന്നത് ചില സ്കെച്ചുകളാണ്. ഇതിലെ എല്ലാ അധ്യായങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയെക്കുറിച്ചുള്ള സ്കെച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആമുഖാധ്യായം കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കൂണിൻ്റെ സ്കെച്ചാണ്. അതിനോട് കൂടെ ചില കൊട്ടേഷൻസും ചേർക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുമാത്രമല്ല, എല്ലാ അധ്യായം തുടങ്ങുമ്പോഴും അതിൻ്റെ ശീർഷകത്തിൻ്റെ അടുത്ത് മഴയുമായി ചേർന്ന് പോകാവുന്ന ചില ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളെ മഴയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ ചില കടലാസ് വഞ്ചികളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഇലകളിൽ നിന്നും ഊർന്നു വീഴുന്ന മഴത്തുള്ളികളുടെ വരകളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മലകളിൽ, മേഘങ്ങളിൽ ഒക്കെ മഴത്തുള്ളികൾ വീഴുന്ന തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം നമ്മളെ നമ്മുടെ മഴയോർമ്മകളിലേക്ക് കൂടി വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് അന്നത്തെ മഴ എന്ന ആദ്യ അധ്യായത്തിലാണ്. ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ഈ അധ്യായത്തിൽ 99-ലും 1114-ലും ഒക്കെ ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ചും അന്നത്തെ മഴയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് വിശദീകരിക്കുന്നത്. 1991-ൽ എഴുതിയ ഈ കുറിപ്പ് അന്നത്തെ മഴയെക്കുറിച്ചുള്ള വിവരണങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ അധ്യായം നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട കുഞ്ഞുണ്ണി മാഷിൻ്റെ മഴക്കാല ഓർമ്മകളാണ്. പണ്ടത്തെ മഴക്കാലം എന്നാണ് ഈ അധ്യായത്തിന് തലക്കെട്ടിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞുണ്ണി മാഷ് ചെറിയ ചെറിയ കവിതകളിലൂടെയും വരികളിലൂടെയും എല്ലാം നമുക്ക് സുപരിചിതമാണ്. മഴയെക്കുറിച്ചുള്ള ഒരുപാട് അങ്ങനത്തെ കുറിപ്പുകൾ ഇതിൽ കാണാം. താഴോട്ട് മഴ വേണമെങ്കിൽ മേലോട്ട് മിഴി വേണം, ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, നമ്മുടെ എല്ലാവരുടെയും കണ്ണ് കുപ്പായ കീശയിലല്ലേ എന്നെല്ലാം ചോദിച്ച് വളരെ നമുക്ക് വായിക്കാതെ പോവാനായിട്ട് പറ്റില്ല. അത്രയും വളരെ രസകരമായിട്ടാണ് ഈ അധ്യായം നീങ്ങുന്നത്. വെയിലും മഴയും കുഞ്ഞിക്കുറുക്കൻ്റെ കല്യാണം, മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ലത്രേ. കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാവുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമാണ്. പിന്നീട് ഈ പുസ്തകത്തിനെ പറ്റി പറയാവുന്ന വേറൊരു പ്രത്യേകത, എല്ലാ അധ്യായത്തിൻ്റെ അവസാനവും ഒരു കവിതയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കഥാഭാഗത്തു നിന്നോ മഴയെ പറ്റിയുള്ള ഒരു കൊട്ടേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ അധ്യായത്തിൻ്റെ അവസാനവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് മഴയുടെ പല ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം തന്നെയാണ്. എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് സത്യൻ അന്തിക്കാട് എഴുതിയിട്ടുള്ള മഴച്ചിത്രങ്ങൾ എന്ന അധ്യായമാണ്. മഴ പലവിധ ലൊക്കേഷനുകളിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എഴുതി ചേർക്കുന്നുണ്ട് സത്യൻ അന്തിക്കാട്. മാത്രമല്ല, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഡബ്ബിംഗ് ലൊക്കേഷനിലെ പ്രിയദർശൻ ചോദിച്ചു അത്രേ സത്യൻ അന്തിക്കാടിനോട്, അടുത്ത പടം എപ്പോൾ തുടങ്ങുന്നു? മഴക്കാലത്തിന് ശേഷം എന്നായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെ മറുപടി. കാരണം അന്തിക്കാടുള്ള വീട്ടിൽ തൻ്റെ ഉമ്മറത്തിരുന്ന് ചാരുകസേരയിലിരുന്ന് മഴ കാണണം, മഴ ആസ്വദിക്കണം, നല്ല മഴ പെയ്യുമ്പോൾ പുസ്തകം വായിക്കണം, കട്ടൻ കാപ്പിയും മുറുക്കും കഴിക്കണം. ഇതൊക്കെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ മഴ സ്വപ്നങ്ങൾ. അപ്പോൾ ഏത് സിനിമ തുടങ്ങുന്നതിന് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം എന്നാണ് സത്യൻ അന്തിക്കാടിൻ്റെ മറുപടി.
പുറം രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന പ്രിയദർശിനെ സംബന്ധിച്ച് ഇത് അല്പം ഒരു ആശയുള്ള കാര്യമാണ്. പ്രിയദർശനെ ഒന്ന് കൊതിപ്പിക്കുക കൂടി ആണ് സത്യനന്ദിക്കാടിൻ്റെ ലക്ഷ്യം ഇങ്ങനെ പറയുന്നതിലൂടെ. അതിനുശേഷം പറയുന്ന വേറൊരു അനുഭവമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിവാസനുമൊത്ത് ഒരു കാർ യാത്ര തൃശ്ശൂരിലേക്ക് നടത്തുകയാണ്. നല്ല ശക്തമായ മഴ ഉള്ള സമയത്താണ് ഇവരുടെ യാത്ര ആരംഭിക്കുന്നത്. വൈപ്പർ ഇടുന്ന ആ ഒരൊറ്റ സമയത്ത് മാത്രമേ റോഡ് കാണുന്നുള്ളൂ. ആ സമയത്ത് ഒരു യാത്ര ചെയ്യുമ്പോൾ ഓരോ ബോർഡ് കാണുമ്പോഴും ആ ബോർഡിനെ പറ്റി ഉള്ള ആ സ്ഥലത്തെ പറ്റിയിട്ടുള്ള പാട്ടുകൾ പാടുകയും അത് ഉറക്കെ പാടി രണ്ടുപേരും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത ഓർമ്മകൾ അതിൽ പറയുന്നുണ്ട്. ചിറയൻകീഴ് എന്ന ബോർഡ് കണ്ടപ്പോൾ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ ചിറയൻകീഴിലെ പെണ്ണെ എന്നുള്ളത് ഉറക്കെ പാടും. സത്യനന്ദിക്കാട് അത് ഏറ്റുപാടും. അങ്ങനെ രണ്ടു സ്കൂൾ കുട്ടികളെ പോലെ തങ്ങളുടെ ഇമേജോ അല്ലെങ്കിൽ തങ്ങളുടെ മറ്റു കാര്യങ്ങളൊന്നും ഓർക്കാതെ സ്കൂൾ കുട്ടികളെ പോലെ സഞ്ചരിച്ച ആ യാത്ര അന്ന് അത്ര പ്രത്യേകത തോന്നിയില്ലെങ്കിലും പിന്നീട് ഇത് ഓർമ്മിക്കാൻ വളരെ സന്തോഷം തോന്നിയ ഒരു യാത്രയാണ് മഴയാത്രയായിട്ട് സത്യനന്ദിക്കാട് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ ഓർക്കാവുന്ന ഒരു അധ്യായം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പല സിനിമകളിലെ മഴകളാണ്. പൈതൃകം സിനിമ, അതുപോലെ തന്നെ തൂവാനത്തുമ്പികൾ, വൈശാലി, നമുക്കറിയാം ഈ സിനിമകളിലൊക്കെ മഴയുടെ സജീവ സാന്നിധ്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മുത്തുച്ചിപ്പിയിലെ മഴത്തുള്ളി എന്ന് പറഞ്ഞ് ഡി സന്തോഷ് എഴുതിയ സിനിമാ ഗാനങ്ങളിലെ മഴ സാന്നിധ്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞ ആ വരികൾ ഉൾക്കൊള്ളുന്ന പാട്ട് വെച്ചിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അതിനുശേഷം ഓരോ സിനിമ പാട്ടിലൂടെയും മഴയെ സൂചിപ്പിച്ചതെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഥയിലൂടെയും കവിതയിലൂടെയും മഴ അനുഭവിക്കാത്ത മലയാളി തീർച്ചയായും സിനിമാ ഗാനത്തിൻ്റെ മഴയെങ്കിലും കൊണ്ടിരിക്കണമെന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു അധ്യായം എന്ന് പറയുന്നത് പ്രണയപൂർവ്വം നിനക്ക് എന്ന് പറയുന്ന KS കവിത എഴുതിയ അധ്യായമാണ്. വാക്കുകൾ കൊണ്ട് മഴ പെയ്യിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഈ അധ്യായത്തിലൂടെ KS കവിത നമുക്ക് കാണിച്ചു തരാണ്. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു അധ്യായം തന്നെയാണ്. അതിൽ ഒരു 4 വരി കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. മഴ കൊണ്ട് ഞാൻ നിനക്ക് മങ്ങാത്തൊരു മാല നൽകാം, കിലുക്കം തീരാത്ത കാൽച്ചിലങ്കയും തരാം, മഴ കൊണ്ട് ഞാൻ നിനക്ക് മതിയാകാത്തൊരു മനസ്സ് തരാം. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് വിസ്മയം തീർത്തിക്കുകയാണ്. ഒരു കൂടെ ചൂടി നനഞ്ഞും നനയാതെയും കൈകോർത്ത് നടക്കുന്ന ഒരു ഞാനും നീയുമാണ് പ്രണയവും മഴയും എന്ന് പറഞ്ഞ് വളരെ ഈ പ്രണയം മഴയുമായിട്ട് ബിംബവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വളരെ രസകരമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ശാസ്ത്രീയമായിട്ട് മഴയുടെ വശങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് അധ്യായങ്ങളുണ്ട്. വിത്ത് വിതയ്ക്കാം മഴ കൊയ്യാം എന്നുള്ള അധ്യായത്തിലൂടെ ഡോക്ടർ സുരേഷ് പിള്ള കൃത്രിമമായിട്ട് എങ്ങനെ മഴ പെയ്യ്ക്കുന്നു അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശശിധരൻ മംഗത്തിലിൻ്റെ മഴ കൊയ്യേണ്ട കാലം എന്നുള്ള ഒരു അധ്യായം തീർച്ചയായിട്ടും മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ വായിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് സമൃദ്ധമായി കിട്ടുന്ന മഴയെ എങ്ങനെ കൃത്യമായിട്ട് നമുക്കതിനെ റീയൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ മറ്റ് ലോകോത്തര രാജ്യങ്ങളിൽ ചെയ്യുന്ന ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വളരെ രസകരമായൊരു അധ്യായമാണ്. പിന്നെ മഴയാത്രകൾ, ചിറാപ്പുഞ്ചി, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ചിറാപ്പുഞ്ചിയെ പറ്റി, എല്ലാ കാലത്തും മഴ പെയ്യുന്ന ഒരു ഗ്രാമത്തെ പറ്റി. അവിടേക്ക് നടത്തിയിട്ടുള്ള യാത്രകളെ പറ്റിയുള്ള മഴയുടെ മാത്രം ഗ്രാമം എന്ന PV മുരുകൻ്റെ ഒരു അധ്യായമുണ്ട്. ഡോക്ടർ ജോർജ് മങ്ങാട്ട് എഴുതിയ ബൈബിളിൽ പെയ്ത മഴ എന്നൊരു അധ്യായമുണ്ട്. ബൈബിളിൽ എത്രമാത്രം മഴയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതിൻ്റെ ഒരു സമാപനം ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എന്താണ് ബൈബിളിൽ മഴ, എങ്ങനെയാണ് മഴയെ സൂചിപ്പിക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് വിവരണം ജോർജ് മങ്ങാട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മഴക്കാറ്റ് ചരിത്രം എഴുതുന്നു. 99 എന്ത് സംഭവിച്ചു എന്നുള്ള മഴയുടെ ചരിത്ര രേഖകൾ എഴുതിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. പുസ്തകം അവസാനിച്ചതിന് ശേഷം അതിൻ്റെ ബ്ലർബിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് മാഗസീനുകളിൽ ഈ പുസ്തകത്തിനെ പറ്റി വന്നിട്ടുള്ള കോട്ടിങ്സ്, ഈ പുസ്തകത്തിനെ പറ്റിയുള്ള റിവ്യൂ എഴുതി ചേർത്തിട്ടുണ്ട്.
ഭാഷാഭൂഷണി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പുസ്തകം അപൂർവമായൊരു വായനാനുഭവം കാഴ്ചവെക്കുന്നു. ഇന്ത്യ ടുഡേ എഴുതിയിരിക്കുന്നത്: മഴ അനുഭവിക്കുന്ന മലയാളിക്ക് മഴയെ വായിക്കാൻ ഒരു പുസ്തകം. മഴയനുഭവങ്ങൾ, ഓർമ്മകൾ, മഴയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഇതിലുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും മഴയെക്കുറിച്ച് ഇങ്ങനൊരു സമ്പൂർണ്ണ പുസ്തകം മലയാളിക്ക് ഒരു അത്ഭുതം തന്നെയാണ്. മഴക്കാലത്തെ പറ്റിയുള്ള ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറേയേറെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഈ അടുത്ത് നടന്ന വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മഴയോർമ്മകളെക്കുറിച്ചൊക്കെയുള്ള പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ചേർത്ത് ഈ പുസ്തകത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് ഇറങ്ങേണ്ട സമയം ആയിരിക്കുന്നു എന്ന് നമുക്ക് ടോം ജെ മങ്ങാട്ടിനെ ഓർമ്മിപ്പിക്കാം. മഴയുടെ പലവിധ ഭാവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഴക്കാലത്തിൻ്റെ രസത്തിൻ്റെ രഹസ്യങ്ങളെയെല്ലാം മലയാളിക്ക് തുറന്നു കാട്ടിയ ഈ പുസ്തകം നിങ്ങളുടെ വായനാ മുറികളിലും ഇടം പിടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.